ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിൽ ഇന്നും പുകശല്യം രൂക്ഷം. തൃപ്പൂണിത്തുറ, വൈറ്റില, ഇരുമ്പനം എന്നിവിടങ്ങളിലാണ് പുക വ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ കലക്ടർ ബ്രഹ്മപുരം പ്ലാന്റിലെത്തി പരിശോധന നടത്തുകയാണ്. കൊച്ചിയിൽ നിന്നും ബ്രിജേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് വരുന്ന പുക ഇപ്പോഴും നിൽക്കാതെ പുകയുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഫയർഫോഴ്സിന്റെയും മറ്റു നേതൃത്വത്തിൽ പുക നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് പ്ലാന്റിന്റെ വിവിധ മേഖലകളിലാണ് ഇപ്പോൾ തീ ഉയരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പുക ഉയരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുക ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തി അല്ലെങ്കിൽ പുക ശമിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഏതാണ്ട് പുക നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോഴും പ്ലാന്റിൽ നിന്ന് രാവിലത്തെ അപേക്ഷിച്ച് പുക ഉയരുന്നതിന്റെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവിടെ നിന്ന് പുക ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രദേശത്ത് ഇപ്പോഴും പല മേഖലകളിലും പുക കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സ് കൃത്യമായി ഇത് ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ അടിയിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ട് തീ അല്ലെങ്കിൽ പുക ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത്തരത്തിൽ 10 മീറ്റർ മുതൽ അല്ലെങ്കിൽ 3 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉയരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഇതിന്റെ അടിയിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് അതുപോലെയുള്ള വസ്തുക്കളാണ് ഇതിനടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് ശമിപ്പിക്കുന്നത് ഒരു ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വകഞ്ഞു മാറ്റി, അതായത് ഈ മാലിന്യങ്ങളെല്ലാം ഹിറ്റാച്ചി ഉപയോഗിച്ച് വകഞ്ഞു മാറ്റി അതിലേക്ക് ശക്തമായി മോട്ടോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ പുക ശമിപ്പിക്കാനുള്ള ശ്രമമാണ്. ഹൈ പവർ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളം ചീറ്റിക്കുന്നത്. എന്നിരുന്നാലും വലിയ ഒരു ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇതിന് സാധിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോഴും ഈ പ്രദേശത്ത് പുക പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അതീവ ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു സാഹചര്യമായിരുന്നു. ചില മേഖലകളെങ്കിലും ആളുകൾക്ക് ചെറിയ തോതിൽ ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥയും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത്തരത്തിൽ ആളുകളോട് ഇത്തരത്തിലൊരു അവസ്ഥ നിലനിൽക്കുന്നതിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ പുക ശമിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ തീ എത്രയും പെട്ടെന്ന് അണയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെ